പോറ്റി ശിവക്ഷേത്രത്തിലിരുന്ന് ശിവക്ഷേത്രത്തിൽ തന്നെ റിട്ടയർഡായി. തുടക്കം ശിവക്ഷേത്രത്തിന്, അവസാനം ഏത് വർഷത്തില്? തുടക്കം ഏത് വർഷത്തിലായിരുന്നു? 2000. അല്ല, ആദ്യം ദേവസ്വത്തിൽ കയറിയ വർഷം 2000-ലല്ല, 1977. 77 സ്റ്റാർട്ടിങ് എവിടെയായിരുന്നു? തൃപ്പല്ലൂർ അമ്പലം. എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? 12 വർഷം. അത് കഴിഞ്ഞിട്ട് പോയ അമ്പലം? അത് പോയി ആറിയിൽ പോയി. അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു? 6 വർഷം. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെ പോയി? അരിവല്ലൂർ പോയി. അരിവല്ലൂർ കുളത്തൂരിനടുത്ത്. അത് കഴിഞ്ഞ അപ്പുറത്ത് പോയി. ഈ കുളത്തൂര് അരിവല്ലൂർ എത്ര വർഷം ഉണ്ടായിരുന്നു? അരിവല്ലൂർ 1 വർഷമായിരുന്നു. പറ്റൂല നമ്മളെ കൊണ്ട്. സൈക്കിൾ ചവിട്ടി പോകാൻ വേണ്ടിട്ട്. സൈക്കിളിലാണ് യാത്ര. അത് കഴിഞ്ഞിട്ട് പൊഴിയൂര് പോയി. പൊഴിയൂർ എത്ര വർഷം ഉണ്ടായിരുന്നു? 3 മാസമായിരുന്നു. 3. ചവിട്ടി പോകാനുള്ള ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞ് പിന്നെ എവിടെ പോയി? അവിടെ നിന്ന് നേരെ വീണ്ടും മധുപോറ്റി അറിയാമല്ലോ. മധുപോറ്റി. അവിടെ ഇവിടെ ഒരു കംപ്ലൈന്റ് ഉണ്ടായി. അങ്ങനെ. അപ്പൊ അങ്ങനെ എവിടെ പോയി? വീണ്ടും തൃപ്പല്ലൂര് വന്നു. അത് കഴിഞ്ഞ് ഇവിടെ അരിയാസം പോറ്റി. അപ്പൊ ചെഴുങ്ങാനൂർ എത്തിയിട്ട് ഏത് വർഷമാണ്? ഏത് ഇയറിലാണ്? 85. അപ്പൊ ചെഴുങ്ങാനൂർ ടോളിലിരുന്ന് എത്ര വർഷമാണ് മൊത്തത്തിൽ? 12 വർഷം. നമ്മളെ അന്ന് ഫേമസ് പോറ്റി എന്ന് പറയുന്നത് ഹരിയാസം പോറ്റി ഇറങ്ങിയതിന് ശേഷം കയറി. ഈ റോഡിന്റെ പേര് ചെഴുങ്ങാനൂർ ദേവസ്വം എന്നാണ് കിടക്കുന്നത്. നമ്മളെ കുന്നത്ത് കാലീന് പണ്ടത്തെ മറ്റേ മലയേറിയ റോഡാണ്. പെരുങ്കടകള വരെ മറ്റേ എന്താ പറയോ, ഈ ചെറിയ ഒരു ഇടവഴിയാണ്. മലയേറിയ റോഡ് എന്നാണ് അതിന്റെ എഴുത്തുകുത്തി പണ്ട്. പിന്നെ അതിന് ചെഴുങ്ങാനൂര് ഒരു കുന്നത്താനൂര് ചെഴുങ്ങാനൂര് ഒരു അമ്പലം വകയാണ്. ഇപ്പോഴല്ല, നമ്മളൊക്കെ. അപ്പൊ എല്ലാം കൂടെ ഒരു എത്ര വർഷമായിരുന്നു സർവീസിലുണ്ടായിരുന്നത്? 30 കൊല്ലം. 30 വർഷം ഉണ്ടായിരുന്നു. 2008 റിട്ടയർമെന്റ് ഫംഗ്ഷനായി. 2008 ജനുവരി 31 തലയിൽ തട്ടി. അന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കിട്ടാൻ വേണ്ടി ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അന്ന് പിന്നെ ഇവിടെ നെയ്യാറ്റിൻകരയാണ്. ദേവസ്വം ബോർഡിൽ വിളിച്ചിട്ട് ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ ഇന്റർവ്യൂ ആയിട്ടൊന്നുമില്ല. നിങ്ങള് പോലീസ് കേസുണ്ടോ, നിങ്ങളെ ഒറിജിനൽ പൂർവീകരെ അഡ്രസ്, നമ്മളെ പൂർവീകർ ഈ ജോലി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുക. പ്രധാനം പോലീസ് കേസ്. പോലീസ് പാടില്ല. എനിക്ക് പറഞ്ഞേക്കും വേണ്ടെന്നല്ല. പോലീസ് കേസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പരിഹരിക്കാം. അത് തീർന്നതിന് ശേഷം നോക്കാന്ന് പറയും. ഇതിൽ ഇത്രയും വർഷം ഇരുന്നതിൽ ഏറ്റവും പോറ്റിക്ക് ഇഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്ന് വിളിച്ചാൽ കേൾക്കും. പക്ഷെ നമ്മൾ അർപ്പിക്കണം. ഇതിനല്ല, മനസ്സ് കൊടുക്കണം. അതിന്റെ വിളിച്ചാണല്ലോ കൂട്ടാൻ നമ്മൾ ഇന്ന് കാണുന്നത്. തീർച്ചയായും. ഞാൻ അഹങ്കാരം പറയല്ലേ, പൈസയും പ്രതാപവും എല്ലാം ഉണ്ടെങ്കിലും ഒരു മോൻ തെറ്റിയാ പോലും. തീർച്ചയായും. നീ അവനെ വിളിച്ചില്ല. ഇപ്പം മനോജ് പോറ്റി കരിക്കകത്തല്ലേ പറയില്ലേ? പോറ്റി മനസ്സ് നമ്മൾ അവിടെ അർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. മനോജ് പോറ്റി കരിക്കകത്തല്ലേ? അത് നറുക്കിലൂടെ വീണതാണ് അല്ലേ? രണ്ടാമത്തെ പ്രാവശ്യവും. ഇന്റർവ്യൂ നമ്മുടെ കൊട്ടിയൂർ സ്വയംഭൂവായ നീ ഒരു രാത്രി കഞ്ഞി ഓടിച്ചോണ്ടിരുന്നപ്പോഴാണ് അറിഞ്ഞ സജി മാനിയാട്ട സജിയെ ബസ്സിൽ പോയിരിക്കുകയാണ്. ഞാൻ അപ്പം പക്ഷെ ഭയങ്കര തിരക്കായി. അയ്യോ, ഭയങ്കര തിരക്ക്. എന്തായാലും ഒരു നല്ലൊരു എനർജി. അയ്യോ, ഭയങ്കര പോസിറ്റീവ്. ആ വെള്ളത്തിന് എന്തോ എനർജി. ഞാൻ എന്നും കാണും ഈ യൂട്യൂബില് ഓരോ ദിവസത്തെ അപ്ഡേഷൻ കാണും അല്ലേ? അയ്യോ, എങ്ങനെയുണ്ട്? ഭയങ്കര. നമ്മള് ഇവിടെ പോയി മറ്റേ വലിയിടുന്ന തിരുനെല്ലിയിൽ പോയി. അയ്യോ, തിരുനെല്ലി പ്രത്യേകമോ? ചുരം കയറി വയനാട് വഴി അങ്ങ് പോണം. എന്റെ ചുരം കയറി പോണം. ഏറ്റവും ടോപ്പിൽ മഹാവിഷ്ണു ക്ഷേത്രമാണ്. എന്റെ അമ്മോ, ഒരു കുന്നിന്റെ മുകളില്. ഗോതമ്പ് ഉപ്പുമാവ് തന്നെയല്ലേ? ഗോതമ്പ് ഉപ്പുമാവ് നാരങ്ങി. അതാണ് അവിടുത്തെ പ്രത്യേകത. ബലിയിടുന്നവർക്ക് വൈകുന്നേരത്ത് കൊടുക്കുന്നത്. എന്തൊരു ടേസ്റ്റ് എന്നറിയാമോ? പഴശ്ശിനിക്കടവിൽ പോയി മുത്തപ്പനെ കണ്ടു. പയറും
തേങ്ങയൊക്കെ കഴിച്ചു. അല്ല ഇവിടെ ഭയങ്കര എഫക്റ്റ് ഉള്ളതാണ് ഈ തിരുനെല്ലി. തിരുനെല്ലി ഭയങ്കര വശത്ത് ഭയങ്കര ഗംഭീരമായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ നാലമ്പലം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറെ മറ്റേ ടിപ്പു സുൽത്താന്റെ കാലത്ത് ഇടുക്കിയാനെത്തി. അതാണ് ആ ക്ഷേത്രത്തിൽ ഭയങ്കര ഐതിഹ്യമുണ്ട്. ഭയങ്കര പിന്നെ തിരുനെല്ലി ക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം. ഒയ്യോ, അവിടത്തെ ഒരുക്കൊക്കെ കാണണം, ചന്തം. വൈകുന്നേരം ദീപാരാധനയ്ക്ക് തോന്നണം നമ്മളെ കണക്ഷൻ. വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം, പോറ്റിയും വരുന്ന ഭക്തരും തമ്മിൽ. സന്ധ്യക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ആ വെളിയില് മറ്റേ നാലമ്പലത്തിന് വെളിയില് ശാന്തിക്കാരൻ നിന്ന് വിളിച്ചോളൂ. അല്ല, ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ മനസ്സിന് കുളിർമാരും ഈ കൊട്ടിയൂരും ഈ തിരുനെല്ലി, പഴശ്ശിനിക്കടവ്, പിന്നെ വേറെ ഉണ്ട്. അയ്യോ, മറ്റേ സാമൂതിരിയുടെ ഒരു അമ്പലമുണ്ട്, പേര് മറന്നു. ഒരു ചില ക്ഷേത്രങ്ങൾ കയറിപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മള് അങ്ങ് ഭക്തിയിലാറാറ്. മറ്റേ ഇങ്ങേര് പോയി ഒരു വെങ്കലത്തില് ശിവന്റെ പ്രതിഷ്ഠ നടത്തി നമ്മൾ ഇപ്പോഴത്തെ ഗവർണർ. അങ്ങേര് ഈ കണ്ണൂർ ആ ഭാഗത്തോടെയാണോ അത്? അതിന്റെ പേര് മറന്നു. അത് രാജരാജേശ്വരി ക്ഷേത്രം. അത് ഭയങ്കര പോറ്റി ഏറ്റവും ദൂരെ പെയ്യ ക്ഷേത്രമാണ്, ഇന്ത്യക്കകത്ത് ഏറ്റവും ദൂരെ പെയ്യ ക്ഷേത്രം. ഹരിദ്വാറില്. ഹരിദ്വാറിൽ പോയി. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ അനുഭവം? പേടിയില്ലേ? കൊക്കയുടെ സൈഡിൽ കൂടിയാണ് വണ്ടി. 10 ശിവലിംഗം നമ്മൾ തൊഴുതു. ഇന്ത്യയിലെ 10 ശിവലിംഗം, ഇനി 2 ശിവലിംഗം അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെവിടെയൊക്കെയാണ് ഉള്ളത്? ഒന്ന് കൈലാസത്തിൽ, പിന്നെ അങ്ങ് പിന്നെ അസമല്ല, ചൈന, ഭോപ്പാല. എവിടെയാ അത്? എവിടെ? ചൈനയാ? കാശ്മീരിന്റെ ചൈനയുടെ ബോർഡർ. എന്തോ ഒരു ക്ഷേത്രമുണ്ട് അല്ലേ? ഭയങ്കര ഇതാണ്. അതെല്ലാം പോവാൻ സാധിച്ചത് ചെറുങ്ങാനൂരപ്പന്റെ കൃപ തന്നെ. നമ്മൾ അന്ന് ഒന്നും വിചാരിച്ചില്ലല്ലോ. അപ്പൊ നമ്മുടെ സന്തോഷ് പോറ്റി ഇപ്പൊ എവിടെയാണ്? ഇപ്പം മാലിക്കോട്ട് മറ്റേ ഒരു മരണം അന്വേഷിച്ചിരിക്കുന്നു. അല്ല, പോറ്റി എവിടെയാണ്? പൂജ എവിടെയാണ് ഇപ്പൊ? സന്തോഷിനി തന്ത്രിയുടെ കൂടെയൊക്കെ പോകുന്ന ആ പരിപാടി. രാജു പോറ്റി